ഇത് ഉത്സവ സമയമാണ്. നൈറ പുതിയ ഉടുപ്പൊക്കെ ധരിച്ച് മുത്തശ്ശിയൊപ്പം പുറത്തു പോകാനുള്ള കാത്തിരിപ്പാണ്. തൊട്ടടുത്ത പണ്ടാലിയിലേക്ക് ദുർഗാപൂജ കാണാനായി കൊണ്ടുപോകാമെന്ന് മുത്തശ്ശി അവൾക്ക് ഉറപ്പ് കൊടുത്തിരുന്നു. വാ മോളെ നൈറ, നമുക്ക് പോകാം. മുത്തശ്ശി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കൂ മോളെ. അമ്മ എന്നോടും നീലിനോടും പറഞ്ഞിരുന്നേ നവരാത്രിയുടെ അന്ന് നമ്മൾ അംബാദേവിയെ പ്രാർത്ഥിക്കുമെന്ന്. പക്ഷെ മുത്തശ്ശി പറയുന്നത് നമ്മൾ ദുർഗാപൂജയ്ക്ക് പോവുകയാണെന്നാണല്ലോ. ഞാൻ നല്ല കൺഫ്യൂഷനിലാ. അതേ മോളെ, നിന്റെ അമ്മ പറഞ്ഞതും ശരിയാണ്. ഈ ആഘോഷം രാജ്യത്താകമാനം വ്യത്യസ്തമായാണ് ആഘോഷിക്കുന്നതെന്ന് അമ്മ നൈറയോട് പറഞ്ഞില്ലായിരുന്നോ? അതേ മുത്തശ്ശി, അമ്മ ഞങ്ങളോടത് പറഞ്ഞിരുന്നു. ആ പറഞ്ഞ പോലെ തന്നെ ഉത്തരേന്ത്യയിലുള്ളവർ, പ്രത്യേകിച്ച് വെസ്റ്റ് ബംഗാൾ പോലുള്ള സ്ഥലങ്ങളിൽ ഈ സമയത്താണ് ദുർഗാപൂജ ആഘോഷിക്കുന്നത്. മഹാലോയ ദിവസത്തിലാണ് ദുർഗാപൂജ ആരംഭിക്കുന്നത്. അതായത് നവരാത്രി തുടങ്ങുന്നതിന്റെ ഒരു ദിവസം മുൻപ്. പക്ഷെ എങ്ങനെയായാലും നവരാത്രിയുടെ 6ാമത്തെ ദിവസമായ ഷഷ്ടി എന്നറിയപ്പെടുന്ന ദിവസമാണ് പ്രധാനമായും ഈ ഉത്സവം ആഘോഷിക്കപ്പെടുന്നത്. എല്ലാ കൊല്ലവും ഈ സമയത്ത് വ്യത്യസ്ത ദുർഗാ പണ്ടാസ് രാജ്യത്തുടനീളം വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിർമ്മിച്ച് വലിയ രീതിയിൽ തന്നെ ഉത്സവം ആഘോഷിക്കപ്പെടുന്നു. ഇന്ന് അങ്ങനെയുള്ള ഒരു പണ്ടാലിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടുന്ന് നിനക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഈ ഉത്സവം ആഘോഷിക്കുന്നതെന്ന്. ശരി മുത്തശ്ശി. അതെന്ത് ശബ്ദമാ മുത്തശ്ശി? അത് ധാക്കിന്റെ ശബ്ദമാണ്. ഇത് നൂറ്റാണ്ടുകളായി ദുർഗാപൂജയുമായി ബന്ധപ്പെട്ട് പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്നൊരു സംഗീതോപകരണമാണ്. ധാക്ക് വായിക്കുന്ന ആളുകൾ ധാക്കീസ് എന്നാണ് അറിയപ്പെടുന്നത്. എനിക്ക് ഈ ശബ്ദം നല്ലോണം ഇഷ്ടമായി മുത്തശ്ശി. അതേ നൈറ, ഈ ശബ്ദം നല്ല രസമുണ്ട് കേൾക്കാൻ. വാ, ഇനി നമുക്ക് ദുർഗാദേവിയുടെ വിഗ്രഹത്തിനടുത്തു പോയി അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. നോക്കിയേ നൈറ, ആളുകൾ ഇവിടെ ദേവിക്ക് പുഷ്പങ്ങൾ അർപ്പിക്കുകയാണ്. നവരാത്രിയുടെ 7ാമത്തെ ദിവസം, അതായത് ദുർഗാപൂജയുടെ 2ാമത്തെ ദിവസം മുതൽ അവരെന്നും ദേവിക്ക് പൂക്കൾ അർപ്പിക്കുന്നു. ഇങ്ങനെ പുഷ്പങ്ങൾ അർപ്പിക്കുന്നതിനാണ് പുഷ്പാഞ്ജലി അല്ലെങ്കിൽ അഞ്ജലി എന്നും അറിയപ്പെടുന്നത്. ഇന്ന് നവരാത്രിയുടെ 8ാമത്തെ ദിവസമാണ്. ഈ ദിവസം അഷ്ടമി എന്നും അറിയപ്പെടുന്നു. ഈ ദിവസം നിന്നെപ്പോലുള്ള ചെറിയ പെൺകുട്ടികൾ പുതിയ ഡ്രസ്സും പൂക്കൾ കൊണ്ടുള്ള ആഭരണങ്ങളും ധരിച്ച് സ്റ്റേജിൽ ദേവീ വിഗ്രഹത്തിനൊപ്പം ഇരുന്ന് സമയം ചെലവഴിക്കുകയും ദേവിയോടായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ കുട്ടികളെ ഇന്ന് ദേവതയായാണ് കണക്കാക്കപ്പെടുന്നത്. നാളെ ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള നൃത്തവും ഉണ്ടായിരിക്കും. എന്ത് തരത്തിലുള്ള നൃത്തമാണ് മുത്തശ്ശി? അത് ധനൂജി നൃത്തം എന്നാണ് അറിയപ്പെടുന്നത്. കത്തുന്ന കരി കളിമൺകുടങ്ങളിൽ നിറയ്ക്കുന്നു. എന്നിട്ട് ആളുകൾ ആ കുടങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ധാക്കിന്റെ താളത്തിനനുസരിച്ച് നൃത്തം ചെയ്യുന്നു. ആണുങ്ങളും പെണ്ണുങ്ങളും ഈ നൃത്തം ചെയ്യാറുണ്ട്. ഇത് കേൾക്കാൻ തന്നെ നല്ല രസമുണ്ട് മുത്തശ്ശി. നമുക്ക് നാളെയും നൃത്തമൊക്കെ കാണാൻ വേണ്ടി ഇവിടേക്ക് വന്നാലോ? ശരി നൈറ, പിന്നെന്താ. എന്തായാലും നാളെ നമുക്ക് വരാം. കൂടാതെ നീലിനെയും ഒപ്പം കൂട്ടാൻ നമുക്ക്. മുത്തശ്ശി നോക്കിയേ, അവിടെ ഒരുപാട് മധുര പലഹാരങ്ങളുണ്ട്. നമുക്കത് കഴിച്ചാലോ? ശരി നൈറ.